ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് വിധത്തിലുള്ള ധ്യാനത്തിലൂടെയാണ് സർവ്വശക്തനിലേക്ക് എത്രയും പെട്ടെന്ന് എടുക്കാൻ കഴിയാവുന്നത്. ഈ ധ്യാനം ത്വരീക്കത്ത് എന്നതൊക്കെ ഓടിച്ചെന്ന് കയറാൻ പറ്റിയൊരു മേഖലയല്ല. അത് അതിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഒരു സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ നിങ്ങളിൽ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തെ മാനേജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിലുപരി ചിലർ അധ്യാപകർ വിദ്യാർത്ഥികളെ നടത്തുന്ന മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ, അവരുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ, അങ്ങനെ വിവിധ മേഖലയിലെ ആൾക്കാർ മാനേജ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ മാനേജ്മെൻറ്റ് ചെയ്യാത്തൊരു കാര്യമാണ് സെൽഫ് മാനേജ്മെൻറ്റ്, ഇന്നർ മാനേജ്മെൻറ്റ്. നമ്മളെ സ്വയം മാനേജ്മെൻറ്റ് അത് നമ്മളങ്ങോട്ട് അടിച്ചു വിട്ടേക്കാണ്. എന്നിട്ടാണ് ധ്യാനവും ത്വരീക്കത്തൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. ആദ്യം തന്നെ നമ്മളെ ശരിയാക്കുക, അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ധ്യാനത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മാർഗത്തിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക എന്നത് ഏകാഗ്രതയും ഏകാന്തതയും കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഏകാന്തത എന്ന ജനങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നിട്ടുള്ള ഇബാദത്താണ്. അതിലൂടെയാണ് അത് അല്പമെങ്കിലും ഹൃദയശക്തി കുറവുള്ള ആൾക്കാരാണ് അത് ചെയ്യുക. ആ ബലഹീനത കുറച്ചെങ്കിലും ഉള്ള ആൾക്കാർക്ക് ജനങ്ങളുടെ ഇടയിൽ ഇബാദത്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, ഏകാഗ്രത അവർക്ക് കിട്ടൂല. അപ്പോൾ അവരും മാറി നിന്നിട്ട് മലമുകളിലും കാട്ടിലും മേട്ടിലും ഗുഹയിലും നദീതീരത്തൊക്കെ പോയിരുന്ന് ഇബാദത്ത് എടുക്കും. അവർ അവിടെ നിന്നിട്ട് അവരെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും. എന്നാൽ ഏകാഗ്രത എന്ന ഒരു വിഭാഗമുണ്ട്, ഏകാഗികൾ. അവർ ജനങ്ങളുടെ ഇടയിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടും, പക്ഷേ അവരുടെ ചിന്ത എപ്പോഴും അള്ളാഹു എന്ന ചിന്ത ആയിരിക്കും. അതിൽ കൂടെയാണ് എന്തുണ്ടാവുക, ഒരു എൻലൈറ്റൻമെൻറ്റ്, ബോധോദയം ഉണ്ടാവുക. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിയുന്നത് മാറി നിൽക്കാനുള്ള അവസരമൊക്കെ വളരെ കുറവായതുകൊണ്ട് മാക്സിമം പരിശ്രമിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കിടയിൽ ധ്യാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഡ്യൂട്ടി കോൺഷ്യസ്നെസ് എന്ന് പറയും. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാസം പുറത്തിരിക്കുന്നേക്കാൾ കൂടുതൽ ഒരാഴ്ച നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ചെയ്യുന്ന ധ്യാനത്തിൽ അതിലൂടെ നമുക്ക് ഫലപ്രാപ്തി നേടിയെടുക്കാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ടുള്ള ബോധോദയം, എൻലൈറ്റൻമെൻറ്റ്, അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നത്, അള്ളാഹുവിലേക്ക് ഏറ്റവും പെട്ടെന്ന് അടുക്കാൻ കഴിയുന്നത് ഈ ഒരു വിധത്തിലുള്ള ധ്യാനത്തിലൂടെയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഷെയ്ഖുണ്ട്, അതിൻ്റെ നിബന്ധനകൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതൊരു സൂഫിസത്തെ കുറിച്ചുള്ളതല്ല. ഇതെല്ലാവർക്കും അവരവരുടെ ചിന്തയിൽ ധ്യാനിച്ച് ഹൃദയശുദ്ധി ഉണ്ടാക്കി ലോകത്തൊരു സമാധാന സന്തോഷം ഒരാളുടെ വഴിയിലൂടെങ്കിലും ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ ഉണ്ടാകുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് എന്ന നിലക്കാണ് മൊത്തത്തിലായിട്ട് പറയുന്നത്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കും.